ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ. രാവിലെ എന്ന് പറയാനായിട്ട് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 7-7:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ രാത്രി 1:30-2 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനും ആദ്യം കിടന്നുറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഈ സമയമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ എണീക്കാറുള്ളൂ. കാരണം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഉറക്കം കിട്ടണ്ടേ. ഇവന് ഞാൻ എണീറ്റ് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ തന്നെ അവൻ എണീക്കും. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ അവൻ എണീക്കും. പിന്നെ അവൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഡ്യൂട്ടി. മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ആദൂനെ ഫുഡ് തീറ്റിക്കുക, എന്തെങ്കിലും ഒരു സാധനം തീറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഈ ചെറുക്കനെ. അവന് ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കണം. അതല്ലെന്നാണെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് തുപ്പി അങ്ങോട്ട് നേരെ പാത്രത്തിനകത്തോട്ട് തന്നെ വെക്കും. അല്ലെന്നാണെങ്കിൽ പിന്നെ നമ്മൾ മൈൻഡൊക്കെ മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കണം. അപ്പോൾ ആദ്യം തുപ്പിയപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ചെറുപയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപയർ വേണ്ട, ദോശ മാത്രം മതി എന്നും പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ദോശ മാത്രം കൊടുത്താണ് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞ് ചെറുപയർ കുറച്ചൊക്കെ തീറ്റിച്ചു. കാരണം എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ, അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ്. അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ പിന്നെ ആളുടെ മൈൻഡൊക്കെ കുറച്ച് മാറും, ടി വിയിലോട്ട് ഫോക്കസ് ആവുമല്ലോ. അപ്പോൾ പിന്നെ ചിലപ്പോൾ അറിയാണ്ട് ഫുഡൊക്കെ കഴിച്ച് പോകും. പിന്നെ വിശപ്പും ഉണ്ടായിരുന്നു തോന്നുന്നു ആൾ. പിന്നെ കുഴപ്പമില്ല, ഒരുപാട് നിർബന്ധം പിടിച്ചില്ല ഇന്ന് വലിയ കുഴപ്പമുണ്ടായില്ല. ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വ്ളോഗ് എടുത്തപ്പോഴും ഞങ്ങൾക്ക് ഇതേപോലെ ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഇന്നും ഗോതമ്പ് ദോശ തന്നെയാണ്. എന്താണല്ലേ ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഗോതമ്പ് ദോശ തന്നെ രണ്ട് വ്ളോഗിലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് ദോശക്ക് ചെറുപയറാകുന്നുണ്ട്. എനിക്ക് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുപയർ ഇച്ചിരി കൂടുതൽ, അത് ചോറിന് അങ്ങനെ കഴിക്കാറില്ല. ചോറിന് കൂടുതൽ അങ്ങനെ കഴിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപയർ അത്യാവശ്യമൊക്കെ എടുത്തിട്ട് അപ്പോൾ അവൻ്റെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ അമ്മ ആ സമയത്തിന് അപ്പോൾ അടുക്കളയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മച്ചി വന്നു, റോസമ്മാമ വന്നു. അതിൻ്റെ റോസമ്മാമ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ റോസമ്മാമ ഒറ്റയ്ക്കായിരുന്നില്ല, അപ്പിച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പിച്ചിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നുണ്ട്, അപ്പിച്ചി അങ്ങോട്ടേക്ക് പോയി. അമ്മാമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അമ്മാമ്മയും പേരക്കിടാവും കൂടെ കറക്കുക, ഫുൾ ടൈം കറക്കം തന്നെ ഇരിക്കും. കറക്കം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വീട്ടിൽ പോവുക, കുരിശുവരെ പോവുക, അങ്ങനെ റോട്ടിൽ കൂടെ തന്നെയുള്ള കറക്കുക. അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവന് അപ്പുറത്ത് വീട്ടിൽ അമ്മൂസിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയി. അമ്മൂസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ എന്നാലും അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കുറച്ച് നേരം പറയുന്നു അപ്പുറത്ത് പോകണം, ജൽസി അമ്മമ്മയുടെ വീട്ടിൽ പോകണം. അപ്പോൾ ജൽസി അമ്മമ്മ വാദിക്കെ തന്നെ ഇരുന്നേച്ചു. അപ്പോൾ അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമായി. റോസമ്മയും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്ന് അവന് കളിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പോയി ഇടയ്ക്ക് ഇങ്ങനെ എടുത്തോണ്ടൊക്കെ വരും. ഇതാകുമ്പോൾ ഒരാൾ അവിടെ തന്നെ ഉണ്ടെന്നാണെങ്കിൽ അയാളുടെ കൂടെ തന്നെ ഇങ്ങനെ തിരിച്ചു വന്നാൽ മതി. അപ്പോൾ അമ്മ നേരത്തിന് ചാളയൊക്കെ വെട്ടണമായിരുന്നു, കൊച്ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി തിളപ്പിക്കാനായിട്ടുള്ള സവാളയൊക്കെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഞാൻ തിളപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ അപ്പുറത്തോട്ട് പോയി. അപ്പോൾ ഞാൻ പിന്നെ തിളപ്പിക്കാനുള്ള ഡ്യൂട്ടി ഏറ്റെടുത്തു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാം അമ്മ തന്നെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. അമ്മക്ക് 4-4:30 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മക്ക് ഉറക്കം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നേരത്തെ തുടങ്ങി 4-4:30 മണിയൊക്കെ എണീറ്റ് അങ്ങനെ ശീലമായതുകൊണ്ട് 4:30 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മക്ക് ഉറക്കം കിട്ടില്ല. ഉറക്കം ഇല്ലാണ്ടാണ് വെറുതെ ഉറക്കം ഉണ്ടാവില്ല, എന്നാലും വെറുതെ അവിടെ കട്ടിലൊക്കെ കിടക്കും. അങ്ങനെ പുള്ളിക്കാരത്തേക്ക് ഉറക്കമൊന്നുമില്ല. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:30-2 മണി ആകുമ്പോഴാണ് കിടന്ന് ഉറങ്ങുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മീൻ തിളപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ എനിക്ക് ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്നു തന്നു. സ്നിക്കേഴ്സ് ആയിരുന്നു, അമ്മക്കത് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇപ്പം ഞാനിപ്പം വെറുതെ വളർന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും വലിയ പണിയൊന്നുമില്ല. പണിയില്ലെന്നല്ല, പണിയുണ്ട്, ചെറിയൊരു മടിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം മീൻ്റെത് അടപ്പത്തോട്ട് വെച്ചിട്ട് പണിയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടിയായിപ്പോൾ, ഒന്നും ചെയ്യാൻ വേണ്ടി തോന്നൂല. വീട്ടിൽ നിന്ന് അമ്മച്ചി വന്നപ്പോൾ അമ്മച്ചിയും പറയായിരുന്നു, അമ്മച്ചിക്കും ഇന്നൊരു ഭയങ്കര ഒരു മടി പിടിച്ചൊരു ദിവസം പോലെ ആയിരുന്നു. കാരണം അമ്മച്ചിക്കും കുറച്ച് തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മടി അങ്ങാടി പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അതല്ലേലും നമുക്കങ്ങനെയാണ്, നമുക്ക് ഒരു ദിവസം മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഞാനപ്പോൾ പൊടി ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വർത്തമാനം മണ്ണിൻ്റെ ഇടയ്ക്ക് സവാള മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങനെ ഇളക്കി. ഞാൻ ഈ പൊടികൾ ഓരോ കുപ്പിയിൽ നിന്ന് ഓരോ പ്രാവശ്യം എടുത്തിടുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. ആദ്യമേ തന്നെ എല്ലാ പൊടിയും ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തൊരു പാത്രത്തിനകത്ത് എടുത്ത് വെക്കും. എന്നിട്ട് അത് ഒരുമിച്ചാണ് നേരെ ചട്ടിക്കകത്തോട്ട് ഇടുന്നത്. അപ്പോൾ പൊടിയും കൂടെ മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും വെള്ളവും കൂടെ ഒഴിച്ചു. ഞങ്ങൾ ഇവിടെ മീൻ തിളപ്പിക്കുമ്പോൾ പുളിക്ക്, അതായത് കറിക്ക് പുളി കിട്ടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉടമ്പുളി ഇടുന്ന പരിപാടിയൊന്നുമില്ല. അത് ഇവിടെ ഇല്ലെന്നല്ല, കൊച്ചിയിൽ പല പല സ്ഥലത്ത് ഉണ്ടാവുമായിരിക്കും. ഞങ്ങൾ അങ്ങനെ വെക്കാറില്ല. ഞങ്ങൾ തക്കാളി ഇടും, അല്ലെങ്കിൽ വിനാഗിരി ഇടും, അങ്ങനെയൊക്കെ മാത്രമേ ചെയ്യാറുള്ളൂ. തിളപ്പിക്കാൻ നേരത്ത് മീൻ കറി വെക്കുമ്പോഴാണ് ഇങ്ങനെ കുടംപുളിയും അങ്ങനെയൊക്കെ പുളിയൊക്കെ ഇട്ട് വെക്കുന്നത്. കുടംപുളി തന്നെ, അതെ കുടംപുളി തന്നെ. പെട്ടെന്ന് എനിക്ക് ഈ പുളിയുടെ പേര് എനിക്ക് ചില നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. കുടംപുളി,
അതേപോലെ ഒടംപുളി, പിന്നെ വാളംപുളി എല്ലാം കൂടി പുളി മയമായി പോകുമല്ലോ. അപ്പോൾ ചാളയും കൂടി ആ വെള്ളം അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ചാള കിട്ടും. ചെറിയ ചാളയാണല്ലോ, പിന്നെ ഇത് വെന്തും കൂടി വന്ന് കഴിയുമ്പോഴേക്കും ഒട്ടും ഉണ്ടാവില്ല, ഭയങ്കര കുഞ്ഞു ചാളയായിപ്പോവും. അപ്പോൾ ചാള അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും കൂടെ നമ്മൾ കയ്യിൽ കൊണ്ട് ഇളക്കില്ലല്ലോ, അതുകൊണ്ട് ചട്ടി ഒന്ന് നല്ലോണം അങ്ങോട്ട് ചുറ്റിച്ചെടുത്തു. അപ്പോൾ എനിക്കാണെങ്കിൽ ചട്ടി ചുറ്റിക്കണ സമയത്ത് കൈ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളും. അപ്പോൾ ഞാൻ ഓർക്കുക, ദൈവമേ ഗ്യാസിൻ്റെ നേരെ പൊക്കത്ത് വെച്ചിട്ട് എൻ്റെ കൈക്കിട്ടത് വല്ല ആ തടത്തിന് വല്ല കരിയുന്നുണ്ടോ, അതിനായിട്ട് വല്ല തീയും പിടിക്കുന്നുണ്ടോ, ഭയങ്കരമായിട്ടും ചൂടങ്ങാട് അടിച്ചിട്ട് പോയായിരുന്നു. അതങ്ങനെ ചുറ്റിച്ചങ്ങോട്ട് വെച്ചിട്ട് മീനിൻ്റെ പരിപാടി അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് അമ്മച്ചി വന്നപ്പോൾ അമ്മച്ചി കുറച്ച് കറികളൊക്കെ ഇട്ടാണ് കേട്ടോ വന്നത്. ഇതെന്തോ ചെമ്മീൻ കറിയും കണ്ടാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. എപ്പോഴും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ കൊണ്ടുവരും. ചെമ്മീൻ കറിയാണിത്. പിന്നെ ഇത് മോരാറാണിത്. വേറെ ഏതോ കുപ്പിയാണ്, അച്ചാറിൻ്റെ ജിഞ്ചർ പിക്കിൾ, അത് തന്നെ ഇഞ്ചി അച്ചാറിൻ്റെ കുപ്പിയാണ്. അതിനകത്ത് മോരിയാറ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇച്ചിരി എരിവർച്ചി ഉണ്ട്, എരിവർച്ചി. അപ്പം ഇതൊക്കെ ഇട്ടാണ് ആൾ വന്നത്. പിന്നെ അത് മാത്രമല്ല, അതിന് കുറച്ച് മിഠായിയും പിന്നെ കുറച്ച് എന്താ പറയുക, മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, വട, സമൂസ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടിയിട്ടാണ് അത് ആൾ വന്നത്. അപ്പോൾ ഇപ്പം അമ്മയും കൊച്ചും കൂടി അപ്പുറത്തെ വീട്ടിൽ പോയേക്കണേ, അവിടെ കളിക്കാൻ വേണ്ടി പോയേക്കണേ. അവിടെ ആരും ഇല്ല, പക്ഷെ അവൻ ആ വീട്ടിൽ പോകണ ഭയങ്കര ഇഷ്ടമാണ്. ആരും എന്ന് വെച്ചാൽ കൊച്ച് ഉണ്ട്, ആ കൊച്ച് അവിടെ അംഗനവാടി പോയേക്കാൻ. അപ്പോൾ ഇപ്പോൾ അവിടെ ആൻറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ ആ വീട്ടിൽ പോയിട്ട് അവിടത്തെ കളിപ്പാട്ടമൊക്കെ വെച്ചിട്ട് ഇന്ന് കളിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, സ്വന്തം വീട്ടിലെ കളിപ്പാട്ടങ്ങളൊന്നും പിള്ളേർക്ക് വേണ്ടി വരില്ല, എപ്പോഴും അപ്പുറത്തെ വീട്ടിലെ പിള്ളേരുടെ കളിപ്പാട്ടം ആയിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവിടെ പോയേക്കണേ. അപ്പം അമ്മച്ചിയും അവനും കൂടെ അങ്ങോട്ട് പോയേക്കണേ. അപ്പം ഞാനപ്പം കുറച്ചാളായിട്ട് ഓർക്കണമായിരുന്നു നമുക്ക് ഒരു ഡെയിലി വ്ളോഗ്സ് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് വെച്ചാൽ, ഞാനൊരു 30 ദിവസത്തെ ഒരു ഡെയിലി വ്ളോഗ്സിൻ്റെ ചലഞ്ച് അങ്ങോട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നത്. കുറച്ച് നാളായി ഞാനങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഡേ 1 ആയിട്ട് അങ്ങോട്ട് തുടങ്ങണേണ്. ഇന്ന് തൊട്ടൊരു 30 ദിവസം കണ്ടിന്യൂസ് ഒരു ഡെയിലി വ്ളോഗ് സീരീസ് അങ്ങോട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് ചെയ്യാനായിട്ടൊക്കെ തോന്നുള്ളൂ. നിങ്ങൾ ഇങ്ങനെ അടിപൊളിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമാവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അതൊക്കെ എന്നോട് പറഞ്ഞാലല്ലേ ഞാൻ അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ എന്നോട് പറയണം, കമൻസിലാണെങ്കിലും എല്ലാം എന്നോട് പറയുക. പിന്നെ അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ചിലവർ പറയും, പുറത്ത് വെച്ച് കാണുമ്പോഴൊക്കെ പറയും, ഇപ്പോൾ പരിചയക്കാരാണെങ്കിൽ തന്നെ പറയും, ഇവിടെ എൻ്റെ ചാനലൊക്കെ എങ്ങനെ പോകണം, നല്ല വീഡിയോസൊക്കെ എല്ലാം നല്ലതാണ്, നല്ല രസമുണ്ടെന്നൊക്കെ. അപ്പം അതൊക്കെ ഒരു കമൻ്റായിട്ട് ഇടൂ. അതേപോലെ അതൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യൂ, എന്നാലല്ലേ എനിക്കും അതൊരു കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ നിങ്ങളത് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ വേറെ കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രായമായ ആൾക്കാരൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ചിലപ്പം അവരൊക്കെ കാണുമ്പോൾ പറയും ചാനലൊക്കെ കൊള്ളാം, നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോകണ്ടെന്നല്ല, വീഡിയോസൊക്കെ കൊള്ളാം, നല്ല രസമുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറയാറൊക്കെ ഉണ്ട്. അപ്പം നമുക്കപ്പോൾ ഇന്ന് തൊട്ട് ഒരു ചലഞ്ച്, ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യാണ്. കാരണം ഞാൻ ഭയങ്കര മടിച്ചിയായിട്ടുള്ള കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മടി മാറ്റാൻ വേണ്ടി ഞാൻ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്നെ തന്നെ ഈ ചലഞ്ച് ചെയ്യുന്നത്. 30 ദിവസം ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂസ് ഇടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ലല്ലേ. ചാള ഇവിടെ നല്ലോണം വെട്ടി തിളക്കാൻ തുടങ്ങി. അപ്പോൾ ചാള വെട്ടി തിളക്കാൻ തുടങ്ങി കഴിഞ്ഞ് ആ എണ്ണയും ഇച്ചിരിയൊക്കെ തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ വെള്ളവും ഇച്ചിരി പറ്റി കഴിയുമ്പോഴേക്കും ചാള പിന്നെ വേഗം നമുക്ക് ഓഫ് ചെയ്ത് അങ്ങോട്ട് വെക്കാമല്ലോ. അപ്പോൾ ചാള കളിച്ച് വേറെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വെക്കുന്നൊന്നുമില്ല. ഇപ്പോൾ അമ്മച്ചി ഇപ്പോൾ കുറച്ച് കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ കറിയൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പെലവാണിയത്ത് പോയിട്ടുണ്ടായിരുന്നു. പെലവാണിബോ എന്നല്ല, ശരിക്കും പുലവാണിബോ എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ് അത് പെലവാണിബോ എന്നായിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇത് പപ്പടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനത്തെ പപ്പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാ കൊല്ലം പുലവാണിയത്തിൽ ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവരും ഈ പപ്പടം. അപ്പോൾ ഇത് പപ്പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിംഗർ ബോളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ വറുത്തെടുക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ സാധാരണ പരത്തി നമ്മൾ എടുക്കുന്ന പപ്പടം പോലത്തെ പപ്പടം അല്ല ഇത്. ഇത് ഓരോരോ ഫ്ലേവറിൻ്റെ പപ്പടമാണ് കേട്ടോ. യെല്ലോ കളറിലുള്ളത് വെളുത്തുള്ളിയുടെയും മറ്റേത് പച്ചമുളകിൻ്റെ ഒക്കെ കണ്ടു ഒറ്റയ്ക്ക്. അപ്പോൾ ആ നേരത്തിന് അമ്മ ഇവിടെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ടിലും അടിക്കണ കാര്യം അമ്മ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്നാൽ ഫ്രണ്ടിൽ അടിക്കാം,
ഫ്രണ്ടിലെന്ന് പറഞ്ഞാൽ വലിയ കട്ട ചവറൊന്നുമില്ല, എന്നാലും കുറേ മണ്ണും ഈ കല്ല് ബേബി മെറ്റിൽ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മെറ്റിലിൻ്റെയൊക്കെ ചെറിയ തരിതരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മെറ്റിൻ്റെ തരിതരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അപ്പുറത്ത് ഞങ്ങളുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മരങ്ങളൊന്നുമില്ല വേസ്റ്റ് ഇലയൊക്കെ വീഴാനായിട്ട്. പക്ഷെ അപ്പുറത്ത് പറമ്പിലുണ്ട്, അവിടെ ഇങ്ങനെ തേക്കിൻ്റെയൊക്കെ തേക്ക് മരം നിൽക്കുന്നുണ്ട് ഈ മതലിൻ്റെ സൈഡിലായിട്ട് തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഇലകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ കട്ട അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അധികം വീണിട്ടില്ല. അതിൻ്റെ ഇടയിൽ ചുമയും വരുന്നു. അപ്പോൾ ഈ കട്ട ഇട്ടത് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിലാണ് ഞങ്ങൾ കട്ട ഇട്ടത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുറ്റം നമ്മുടെ സാധാ മെറ്റിലിട്ടതായിരുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഈ വണ്ടിയൊക്കെ എടുക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് കുറച്ച് നാളെ വിചാരിക്കുന്നു ഇങ്ങനെ കട്ടയിടണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കട്ടയിട്ടു. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുക്കാനൊന്നും എന്താ പറയുക, സമയം കിട്ടിയില്ല, ഓർത്തില്ല, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഒന്നും നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. ഞാനപ്പോൾ നേരത്തിന് കുറച്ച് മണ്ണും പൊടിയൊക്കെ എല്ലാം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം തൂത്ത് തുടച്ച് കട്ടയിലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ സിമെൻറ്റിൻ്റെ ആണ് ഇട്ടേക്കുന്നത്. കാരണം അവിടെ വെറുതെ ജസ്റ്റ് വണ്ടികൾ മാത്രമല്ലേ വെക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് അധികം കട്ടയൊന്നും ഇട്ടില്ല, അവിടെ സിമെൻറ്റിൻ്റെ അത് മാത്രമാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കട്ടയുടെ സൈഡിലൊക്കെ എല്ലാം അടിച്ച് തൂത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നേരെ ഇപ്പുറത്തെ സിമെൻറ്റിൻ്റെ സൈഡിലോട്ട് പോയി. അപ്പോൾ ഇതാകുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെയാണ് ഇതിരിക്കുന്നത്. കാരണം ആദ്യം കളിക്കാൻ ഇപ്പോൾ കുറേ സ്ഥലം കിട്ടിയ പോലെ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോൾ കാണും ഇതുമ്മിൽ എന്താ ഇത്രയും വേണ്ട അടിക്കാനായിട്ട്, ഒന്നും അടിക്കുന്നത് കാണുന്നില്ലല്ലോ എന്ന്. പക്ഷെ കുറേ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊച്ചാണെങ്കിലും അവൻ അത് വെറുതെ ചെരുപ്പൊന്നും ഇടാണ്ടായിരിക്കും അവൻ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നടക്കുമ്പോൾ അവൻ്റെ കാലിൽ പെട്ടെന്ന് ഇതൊക്കെ കുത്തിക്കയറുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ അടിച്ചൊക്കെ ഇടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അടിക്കലും തൂക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അമ്മച്ചി കൊണ്ടുവന്ന ചോറല്ല, അമ്മച്ചി കൊണ്ടുവന്ന ചാറ്, തക്കാളിച്ചാറ്. ശരിക്കും പറഞ്ഞാൽ മോരിയാറായിരുന്നില്ല, അത് തക്കാളിച്ചാറായിരുന്നു. കുപ്പിയിൽ ആദ്യം കണ്ടപ്പോൾ ഞാൻ മോരിയാറാന്നാണ് വിചാരിച്ചത്. പിന്നെ കുപ്പി തുറന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തക്കാളിച്ചാറാണെന്ന്. അപ്പോൾ തക്കാളിച്ചാറും ചെമ്മീനും ചാളക്കറിയും പിന്നെ എരിവറച്ചൊക്കെ കൂട്ടി കഴിച്ചു. എൻ്റെ ഫുഡ് അടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആദൂനും എടുത്തു. കാരണം ഞാൻ ആദ്യം എടുത്തത്. ആദ്യം എടുത്തപ്പോൾ അവനത് കഴിക്കാൻ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അവൻ്റെ ആ ചോറിനകത്തോട്ട് കുറച്ച് ചോറും കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത് അവൻ്റെ പുറകെ നടന്നങ്ങോട്ട് തീറ്റിക്കണം. അവനെ തീറ്റിക്കണം എന്ന് പറഞ്ഞാൽ ഒരു 1.5 ടാസ്ക്കാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ അമ്മച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചിയാണ് ഇപ്പോഴത്തെ ആ വീഡിയോഗ്രാഫർ. ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോഗ്രാഫർ അമ്മച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചി വീഡിയോ എടുക്കാൻ നേരത്തെ ആദ്യം ഇങ്ങനെ ക്യാമറയുടെ മുന്നിലോട്ടൊക്കെ ഇങ്ങനെ ഓടി വന്നെ, അമ്മമ്മയല്ലേ ആ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ച പപ്പടം. ഇത് വെളുത്തുള്ളിയുടെ ഉണ്ട്, പിന്നെ മുളകിൻ്റെ ഫ്ലേവറും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു വെച്ചു. അപ്പോൾ ഈ തുടക്കണ ഒരു സാധനം അവിടെ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ കിടന്ന് ഓരോരോ കളികളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ കട്ടയും സിമെൻറ്റൊക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഈ തറ വെച്ചിട്ട് ഈ മുറ്റ വെച്ചിട്ടും കൂടി പൊങ്ങി. അപ്പോൾ അവനത് കാണിക്കുക, അതുകൊണ്ട് ഇപ്പോൾ തന്നെ കയറാനും ഇറങ്ങാനൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ അവനിങ്ങനെ കാണിച്ച് ഗുസ്തി കാണിക്കല്ലോ വേണമെങ്കിൽ പറയാം. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു വെച്ചു. ഒന്നാലും നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാറ്റും കൂടെ കൊണ്ടിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഡാൻസൊക്കെ കളിച്ചു. അതിൻ്റെ സ്റ്റെപ്പൊക്കെ കാണിച്ചപ്പോൾ ഞാൻ അത് അവനെ കാണിച്ചൊക്കെ കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അയൽക്കൂട്ടത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ റോസമ്മ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.